ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ വലതുഭാഗത്ത് കാണുന്ന മണിക്കൂറുകൾ ആ ചെളിയിൽ കുതിർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അരുൺ എന്ന നേരത്തെ മിഥുൻ എന്ന് പറയുന്ന ഒരു ആളാണ് ഇത് അരുൺ എന്നൊരു യുവാവാണ് എന്ന് സ്ഥിരീകരിച്ചത്. രക്ഷിച്ചതായുള്ള വിവരം പുറത്തു വരികയാണ്. രാവിലെ മുതൽ ഏതാണ്ട് 9 മണിയോട് അടുപ്പിച്ച സമയത്താണ് അവിടെ നിന്ന് അരുണിനെ കാണാൻ സാധിച്ചത്. അതിനപ്പുറത്തൊരു പുഴയുണ്ട്. ശക്തമായ ശബ്ദത്തോടുകൂടി വലിയ ശക്തിയോടുകൂടി കുത്തി ഒലിച്ചു പോകുന്ന പുഴയ്ക്കപ്പുറത്ത് നിന്ന് അരുണിനെ കാണാൻ സാധിച്ചു. എന്നിരുന്നാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ചെളിക്കെട്ടിന് നടുവിലാണ് അരുൺ മണിക്കൂറുകളോളം പെട്ടുകിടന്നത്. ഈ ദുരിതത്തിൽ ഈ വലിയ അപകടത്തിൽ ഒഴുകി എത്തിയതാണ് അരുൺ. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു. നേരത്തെ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രാഘവൻ സംസാരിക്കുന്ന സമയത്ത് രക്ഷിക്കാനുള്ള സകല ശ്രമങ്ങളും നടത്തുന്നുണ്ട്, പക്ഷെ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ഇത് പറയുന്നത്. അരുണിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു എന്ന വിവരമാണ് ആശ്വാസമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു ജീവനെങ്കിൽ ഒരു മനുഷ്യനെങ്കിൽ ഒരു മനുഷ്യൻ ആ ദുരന്ത മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള മനുഷ്യരുടെ ശ്രമങ്ങൾ ഫലം കാണുന്നു എന്നത് എത്ര വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതാ ഈ ചിത്രം നമുക്കറിയാവുന്നതാണ്. മണ്ണു മാത്രം അവശേഷിക്കുന്ന പാറക്കെട്ടുകളും ചെളിയും മണ്ണും മാത്രം അവശേഷിക്കുന്ന ദുരിത ഭൂമിയിൽ നിന്ന് നമുക്കൊരു ജീവൻ വാരിയെടുക്കാൻ സാധിച്ചു എന്നത് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു കാര്യമാണ്. അരുൺ എന്നാണ് ആ യുവാവിൻ്റെ പേര് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ അവിടെ ശ്രീവാലി റിസോർട്ടിൽ നിന്ന് നമ്മളോട് സംസാരിച്ച മിഥുൻ്റെ സുഹൃത്ത് അരുണാണ് അവിടെ പെട്ടുകിടക്കുന്നത്. അരുണിനോട് അവിടെ നിന്നവർക്ക് സംസാരിക്കാൻ സാധിച്ചു, അരുണാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞത്. അരുണിനെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത് അവിടെ നിന്ന്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ 3 ഉരുൾപൊട്ടലുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുണ്ടാക്കിയ ദുരന്തത്തിൻ്റെ വ്യാപ്തിയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. സൈന്യത്തിൻ്റെ വിവിധ സംഘാംഗങ്ങൾ അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നിരന്തരം അവിടെ നിന്നുള്ള വാർത്തകൾ നമ്മുടെ അടുത്തേക്ക് എത്തുകയുമാണ്. അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ പ്രവചിക്കപ്പെടുന്നുണ്ട്. വയനാട്ടിൽ പക്ഷേ കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമാണ് രക്ഷാപ്രവർത്തനത്തിന് എന്ന് കമൽ നേരത്തെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയിലെ ഒഴുക്ക് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. താൽക്കാലിക പാലം അടക്കം നിർമ്മിച്ച് ഈ മുണ്ടക്കൈ മേഖലയിലേക്കൊക്കെ പോകണം എങ്കിൽ അതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നതായി കമൽ പറയുന്നുണ്ടായിരുന്നു. കാരണം അവിടത്തേക്കുള്ള റോഡും പാലവും പൂർണ്ണമായും എടുത്തുകൊണ്ടാണ് ഈ മലവെള്ളം കുത്തി ഒലിച്ചു പോയത്. അതുകൊണ്ട് അവിടേക്ക് മുണ്ടക്കയിലേക്ക് കടന്നു ചെല്ലാനോ രക്ഷാപ്രവർത്തനം നടത്താനോ പരിക്കേറ്റവർക്ക് ചികിത്സയോ ശുശ്രൂഷയോ നൽകാനോ ഉള്ളൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. വലിയ ശക്തമായ മഴയില്ല, ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പാലമോ റോഡോ താൽക്കാലികമായെങ്കിലും നിർമ്മിച്ച് അവിടേക്ക് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾക്ക് ഫലം കാണുമെന്ന പ്രത്യാശയിലാണ് മനുഷ്യർ നിൽക്കുന്നത്.